മിസ്റ്റർ ജിപ്സിയുടെ ECT-MS എക്സൽ സീരീസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഈ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് എങ്ങനെയാണ് ഡ്രോപ്പ് ഡൗണുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഡ്രോപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ആരോ മാർക്ക് വന്നിട്ട് നമുക്ക് എന്താണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഉണ്ടാവും. അതിനാണ് നമ്മൾ ഡ്രോപ്പ് ഡൗൺ എന്ന് പറയുന്നത്. അത് എല്ലാതും എല്ലാ ഏത് കോളത്തിലാണോ വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് റോയിലാണോ വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് സെല്ലിലാണോ വെച്ചിട്ടുള്ളത്, അവിടെ നമുക്ക് അത് എടുക്കാൻ പറ്റും. അപ്പൊ ഇത് എപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട്, അതായത് കുറെ ആൻസേഴ്സ് വേണ്ട, വളരെ കുറച്ച് മാത്രം മതി എന്നുള്ള. ഇവിടെ ഞാൻ ഡിപ്പാർട്ട്മെന്റുകളാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ചൂസ് ചെയ്ത് വെറും 5 ഡിപ്പാർട്ട്മെന്റ്സ് മാത്രമാണ്: ബയോളജി, കെമിസ്ട്രി, കൊമേഴ്സ്, ഇംഗ്ലീഷ്, മാത്സ് എന്നുള്ളത്. അപ്പൊ ഈ ആൾക്കാർ ഏതൊക്കെ ഇതിലാണെന്ന് മാത്രം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സംഭവമാണ് നമ്മൾ ഡ്രോപ്പ് ഡൗൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഡ്രോപ്പ് ഡൗൺ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഓക്കെ, സോ അപ്പൊ ഞാനിവിടെ ഒരു പുതിയൊരു കോളം കൂടിയും ഞാൻ ആഡ് ചെയ്യാം, എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. സോ ഇവിടെയുള്ള അതേ സംഭവം തന്നെ നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്താണോ ഡ്രോപ്പ് ഡൗണിൽ വരേണ്ടത്, ആ ഡ്രോപ്പ് ഡൗണിൽ വരേണ്ടത് നമ്മൾ ഒന്നെങ്കിൽ ഇതേ ഷീറ്റിൽ, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഷീറ്റിൽ ഇതേപോലെ നമ്മളൊരു കോളം, ഈ കോളം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ കോളത്തിൽ നമ്മൾ എവിടെയെങ്കിലും വെക്കാം. ഈ ഷീറ്റിൽ വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ പുതിയൊരു ഷീറ്റ് തുടങ്ങിയിട്ട് പുതിയൊരു ഷീറ്റിലും വെക്കാം. ഞാനിത് അതേപോലെ തന്നെ പുതിയൊരു ഷീറ്റിലോട്ട് ഞാൻ കോപ്പി ചെയ്യാണ്. എന്നിട്ട് നമ്മളിത് ഇവിടെ വന്നിട്ട് വെക്കുന്നുണ്ട്. ഓക്കെ, സോ ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എവിടെയാണോ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ കേഴ്സർ കൊണ്ടുപോയിട്ട് വെക്കണം. എന്നിട്ട് നമ്മൾ ഡാറ്റ എന്നുള്ള ഈ മുകളിൽ കാണുന്ന ടാബിൽ വന്ന് ക്ലിക്ക് ചെയ്യണം. ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡാറ്റ വാലിഡേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാബ് കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 കാണാം: ഡാറ്റ വാലിഡേഷൻ, സർക്കിൾ ഇൻവാലിഡ് ഡാറ്റ, ക്ലിയർ വാലിഡേഷൻ സർക്കിൾസ്. അതിൽ ഡാറ്റ വാലിഡേഷൻ ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. നമുക്ക് വന്ന് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ബോക്സ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇതിന്റെ ഉള്ളിൽ കാണാം സെറ്റിംഗ്സ്, ഇൻപുട്ട് മെസ്സേജ്, എറർ അലേർട്ട്. ഇതെല്ലാം നോക്കണ്ട, ഇത് നമ്മൾ സെറ്റിംഗ്സിന്റെ ഉള്ളിൽ പോവുക. ഇതിൽ യെല്ലോ വാല്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ എണ്ണം നമുക്ക് താഴത്തോട്ട് കാണാം. അപ്പൊ നമുക്ക് ഡ്രോപ്പ് ഡൗൺ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലിസ്റ്റ് എന്നുള്ള സംഭവമാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നമ്മളോട് നേരെ വന്ന് സോഴ്സ് ചോദിക്കും. സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ നമുക്ക് ഡ്രോപ്പ് ഡൗണിലോട്ട് വേണ്ട ഡാറ്റ അത് എടുക്കുന്നതിനാണ് സോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ സോഴ്സ് വെച്ച് നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കാണിക്കും, ഡാറ്റ വാലിഡേഷൻ ഒരു ഇത് കാണും. നമ്മളൊന്നും ചെയ്യേണ്ട, എവിടെയാണുള്ളത് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് നമ്മൾ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കാണാം, ഇങ്ങനെ കിട്ടാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് ഇപ്പൊ നമുക്ക് ചില സമയത്ത് ചെറിയ ഇത് മാത്രമല്ല, കുറച്ച് കൂടുതലായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിൽ നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പൊ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ബ്ലാങ്ക് ആയിരിക്കും കാണിക്കുക. അപ്പൊ നമുക്ക് സാധാരണ ഇതിന് ഫൈനൈറ്റ് ആയിട്ടുള്ള ഡാറ്റ കൊടുക്കുക. അപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ 5 ആണെങ്കിൽ 5 മാത്രം കൊടുക്കുന്നു. നമ്മൾ ഇതിന്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ എന്ന് പറയാണ്. ഇപ്പൊ കണ്ടോ, ഓട്ടോമാറ്റിക്കലി ഇങ്ങനത്തെ ഒരു ഈ ഒരു ആരോ ചിഹ്നം നമുക്ക് വന്നു. അപ്പൊ ഡ്രോപ്പ് ഡൗൺ വന്നു എന്നാണ് അർത്ഥം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കാണാൻ പറ്റും ബയോളജി, ബയോളജി, മാത്സ് എന്നുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം. ബയോളജി, കെമിസ്ട്രി, കൊമേഴ്സ്, ഇംഗ്ലീഷ് ഇതേപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്, അല്ലെ? മനസ്സിലായില്ലേ? ഇവിടെ അതേപോലെ കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇത് ഈസിക്ക് വേണ്ടിയിട്ട് നമ്മൾ നമുക്ക് ഒരു ഇതിൽ പോലും ചെയ്യാൻ പറ്റും. നമുക്ക് എന്താ പറയുക, ആൽഫബറ്റിക്കൽ ഓർഡർ കൊടുക്കുകയാണെങ്കിൽ അത് ഇവിടെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ നമുക്ക് അത് വരാൻ പറ്റും. BC, ഇപ്പോൾ ഈ BC, EM എന്നുള്ളത് ഇവിടെ ഇത് തന്നെയാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുകയാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ ആദ്യത്തെ ഇതിൽ മാത്രമാണ് വന്നിട്ടുള്ളത്, ഇവിടെ നമുക്കത് വന്നിട്ടില്ല. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സിമ്പിൾ ആയിട്ട് ഇത് ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങോട്ട് ഇട്ടാൽ മതി. അപ്പൊ എല്ലാം കിട്ടും. അപ്പൊ ഇതിന് സംശയം ഇത് മൊത്തം ബയോളജി ആണല്ലോ വന്നതെന്നുള്ളത്, അത് കുഴപ്പമില്ല. നമുക്ക് ഇവിടെ വന്നിട്ട് വീണ്ടും ക്ലിക്ക് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വേണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കോളം നമുക്ക് ഇതിവിടെ കാണാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമുക്ക് വേറെ ഷീറ്റിലാണ് വെക്കുന്നെങ്കിൽ ഇതേപോലെ തന്നെ ഷീറ്റ് ഉണ്ട്. ഈ ഷീറ്റിൽ ഇത് അവിടെ വരുന്നു. ഇത് വീണ്ടും ഒരു ഇതും കൂടി ഞാൻ ചെയ്യാൻ പോവാണ് ഇവിടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇത് വേറെ ഷീറ്റിലാണെങ്കിൽ ഇതേ തന്നെ ചെയ്യേണ്ടത്. ഡാറ്റ വാലിഡേഷനിൽ പോകുന്നു, നമ്മൾ വാല്യൂവിൽ പോയിട്ട് ലിസ്റ്റ് എടുക്കുന്നു. സോഴ്സിൽ പോകുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ വരുന്നു. വന്നതിന് ശേഷം ഇവിടെ വന്നിട്ട് നമ്മൾ എടുക്കുകയാണ്. എടുത്തതിന് ശേഷം ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ കൊടുക്കുകയാണ്. അപ്പോൾ വീണ്ടും അതേ സംഭവം തന്നെ ഇവിടെ നമുക്ക് വരും. ഇത് എടുത്തിട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ എടുക്കാൻ പറ്റും. സോ ഇതിനിപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇത് മാറ്റി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ ഞാനിപ്പോൾ കെമിസ്ട്രി ഡിലീറ്റ് ചെയ്യാണ്. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കെമിസ്ട്രി ഉണ്ടാവില്ല, അതിനുശേഷം ബ്ലാങ്ക് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ചിലപ്പോൾ വന്നിട്ട് ഇത് മാറ്റാനും ഇതൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഇത് ഇവിടെ ഹൈഡ് ചെയ്തിട്ട് വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഷീറ്റിലാണെങ്കിൽ വേറെ ഷീറ്റിൽ വേറെ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഷീറ്റ് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാം. ഹൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ അങ്ങനെ കണ്ടിട്ട് നമുക്ക് എടുക്കാനുള്ള സാധ്യതകൾ കുറവാണ്.
അതുകൊണ്ടാണ് നമ്മളത് അങ്ങനെ ചെയ്യാം എന്ന് പറയുന്നത്. ഏറ്റവും ബെസ്റ്റ് തന്നെ ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ നാളെ ചിലപ്പോൾ ഇത് നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ ഏതൊരു ഷീറ്റ് ഒരാൾ പോയിട്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും കിട്ടാതിരിക്കും. അപ്പോൾ കുറച്ച് അങ്ങോട്ട് സൈഡിലോട്ട് ആക്കിയതിന് ശേഷം ഇത് ചെയ്തിട്ട് ഹൈഡ് ചെയ്തിട്ട് വെക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. സോ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്, പക്ഷേ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമുക്കത്. ഇത് എന്താണ് എപ്പോഴും ഇങ്ങനെ കുറച്ച് ഫൈനൈറ്റ് ഡാറ്റാസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം നമുക്ക് ക്ലിക്ക് ചെയ്യാം. കാരണം അപ്പോൾ ഇതിന് എന്താ വെച്ച് കഴിഞ്ഞാൽ എറർ ഫ്രീ ആയിരിക്കും. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഒരാളുടെ ഡിപ്പാർട്ട്മെന്റ് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്സിന് ചിലപ്പോൾ COMMERCക്ക് പകരം ARC എന്നൊക്കെ വന്ന് എഴുതും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കിതൊരു ഡാറ്റ എടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടായിട്ട് വരും. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗം കാണുവാനായി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മിസ്റ്റർ ജിപ്സി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.